എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നമസ്കാരം. ഞാൻ കുറച്ച് ദിവസം ലോങ് വീഡിയോ ഇട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, തൊണ്ടയ്ക്ക് ചെറിയൊരു ഇൻഫെക്ഷനായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഇടാതിരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ട്, ദാണ്ടേ ചായ കുടിക്കുന്നു. നിങ്ങളൊക്കെ ചായ കുടിച്ചാ? ഞാൻ ചായ കുടിക്കുവാണ്. ചായ കുടിച്ചിട്ട് വേണം എനിക്ക് കാപ്പി ഉണ്ടാക്കാൻ. അപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നത് കാണാം. അപ്പം നമ്മൾ ചപ്പാത്തി വരത്തുക കേട്ടോ. അപ്പോൾ എനിക്ക് പേപ്പറിനകത്ത് പരത്തുന്നത് എളുപ്പം. ഞങ്ങളുടെ അമ്മേനാണൊക്കെ ഇങ്ങനെ പേപ്പറിനകത്ത് പരത്തും. അത് എളുപ്പമാണ് അതങ്ങനെ ചെയ്യാൻ. അപ്പം നമ്മളിങ്ങനെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറിയുണ്ട്. കറി ഇന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ കറി താണ്ടേ ഞാൻ ചൂടാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അരിയിട്ട് ചപ്പാത്തിക്ക് കല്ല് വെച്ചപ്പോൾ നമുക്ക് ചപ്പാത്തി ചുടുന്നത് കാണാം. ഒരെണ്ണം ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇച്ചിരി നൈസായിട്ട് പരത്തുന്നതാണ് ടേസ്റ്റ്. ഇത് റേഷൻ കടയിലെ ഗോതമ്പാവ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. റേഷൻ കടയിലെ ഗോതമ്പാവ് പുട്ടിനും ചപ്പാത്തിക്കും പിന്നെ നമ്മളെ ഓട്ടടയ്ക്കും ഇലയപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഗോതമ്പ് പുട്ടും റേഷൻ കടയിലെ ഗോതമ്പ് പുട്ടേ. നല്ല ടേസ്റ്റാണ്. തോനയും തേങ്ങയൊക്കെ ഇട്ട് അങ്ങോട്ട് ഉണ്ടാക്കണം. തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് സൗണ്ട് കുറവൊന്നും വിചാരിച്ചത്. തൊണ്ട നല്ല വയ്യായിരുന്നു. അപ്പോഴതാണ്ട് ഞാൻ ഒരെണ്ണം നമ്മൾ പരത്തിയിട്ടുണ്ട്. അപ്പം നമുക്കത് ചുട്ടെടുക്കാം. കല്ല് ഇവിടെ ചൂടാക്കാൻ വെച്ചായിരുന്നേ. അരി ഇട്ടിട്ടുണ്ട് ഞാൻ. നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. കല്ല് ചൂടായി. നമുക്ക് നെയ്യ് തടവി വേണം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നെയ്യ് കടവി ഉണ്ടാക്കാം. ഇത് ഇച്ചിരി ചൂടാവണം. ചൂടായതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ? എന്നിട്ട് വേണം നമുക്ക് നെയ്യ് തടവി കൊടുക്കാൻ. ഇങ്ങനെ ചെറുതായിട്ട് തടവി ആ ഭാഗം ഒന്ന് പൊള്ളി വരട്ടെ. കറി വേണ്ട നല്ല വരട്ടി എടുക്കുക ഞാൻ. വേണ്ട, അത് രാത്രി വെച്ചതായിരുന്നു നമ്മൾ. അത് രാത്രി വെച്ചതാണ്. അപ്പം അല്ലേ ചപ്പാത്തി ഇതാ പൊങ്ങി വരുന്നുണ്ട. ഇത് നല്ലോണം പൊങ്ങി വരണം. പൊങ്ങി വന്നിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ട് നെയ്യ് ചേർക്കണം. ഉണ്ടോ? അപ്പോൾ ഒരു ഭാഗം എന്താ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ആ തിരിച്ചിട്ടിട്ട് നമുക്ക് നെയ്യ് ഇങ്ങനെ തേച്ച് കൊടുക്കാം. നെയ്യ് തേച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റാകും. ഉണ്ടോ? അപ്പോൾ ഇതിന് വെന്ത് വരട്ടെ. അപ്പോഴത്തേന് ഞാൻ ബാക്കി ചപ്പാത്തികളെല്ലാം പരത്തി എടുത്തിട്ട് നമുക്ക് കാണിക്കാം. ബാക്കിയെല്ലാം എടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ? ചപ്പാത്തിയും ചിക്കൻ നല്ല പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. ഞാൻ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. വേണ്ട, ചിക്കൻ പുരട്ടി എല്ലാം റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ ചിക്കൻ പുരട്ടും ചപ്പാത്തിയും ചായയും. അപ്പോൾ ഇത് കഴിക്കണം. ഇത് കഴിച്ചിട്ട് വന്നിട്ട് നമ്മളിനി അച്ചിങ്ങയും കായും കൂടെ വിഴുക്ക് പുരട്ടണം. മീൻ കറി വെക്കണം. മീൻ കിട്ടിയിട്ടുണ്ട്. കിളിമീനാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഞാനിത് കഴിച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ അച്ചിങ്ങയും കായും കൂടെ വിഴുക്ക് പുരട്ടാൻ കുറച്ച് ഉപ്പും ഇട്ട് ഒരു ലേശം വെള്ളവും തെളിച്ച് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ 2 കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഈ അച്ചിങ്ങയും പയറും കൂടെ നമുക്ക് ഇടുക. ലേശം വെള്ളം തളിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടതാണ്. അതിൽ കിടന്നത് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേന് നമ്മൾ മീൻ കറി വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വെളുത്തുള്ളി, 1 പീസ് സവാള, 2 പച്ചമുളക്, 1 കഷ്ണം വടക്കമ്പുളി, 1 തക്കാളി, ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് മൂപ്പിക്കുക. നല്ലോണം മൂക്കണം. മൂത്ത് വന്നിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടണം. അത് മൂക്കട്ടെ. അച്ചിങ്ങയും പയറും നമുക്കത് ഇളക്കി കൊടുക്കുക. അച്ചിങ്ങയും കായും ഏത്തക്കായും നല്ല ടേസ്റ്റാണ്. ഇത് എടുക്കട്ടെ. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേന് നമുക്ക് ഇത് വാടാനായിട്ട് ലേശം ഉപ്പിടാം. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. കണ്ട ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഇതിനത് മൂക്കുന്നപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തുള്ള മസാലകളൊക്കെ എടുക്കാം. ഞാൻ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ സ്പൂണിന് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണിന് ഒരു 3 സ്പൂൺ മുളക് പൊടി, പിന്നെ ലേശം ഉലുവാപ്പൊടി, ഇത്രയും ഇടുന്നുള്ളൂ. ഒരു 5 കഷ്ണം മീനല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അത് മതി. നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം വാട്ടി വരാറായിട്ട് ഇനി അതിനകത്ത് വെള്ളം കൂടെ എടുക്കട്ടെ. വെള്ളം എടുത്തിട്ടുണ്ട് കറിയിലൊക്കെ ഒഴിക്കാനേ. നമുക്കിത് വാട്ടിയെടുക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം. നമ്മൾ അച്ചിനെയും പയറും താമസം ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുമല്ലോ, ഭയങ്കര ടേസ്റ്റായി. ഇതിനകത്ത് മുളകോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. ഇങ്ങനെ കഴിക്കാനകത്ത് അപ്പം നമ്മളത് ഇതൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് മൂക്കണ്ട, വാടിയാണ് കണ്ട. ഇത് നമുക്ക് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉടയ്ക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കാവും. അത് മൂക്കണം. മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇത് തോനെ വെള്ളം ഒഴിക്കുന്നില്ല, വറ്റിച്ചെടുക്കുക. നല്ലോണം അങ്ങോട്ട് മൂക്കട്ടെ. മൂത്തൊരു മണം വരണം, ഇല്ലെങ്കിൽ ഒരു പച്ചച്ചവ ചവയ്ക്കും. കണ്ടോ, ഇങ്ങനെ ഉടച്ച് നമ്മൾ കൊടുക്കണം. ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നല്ല ഉടയണം. ഉടഞ്ഞതിന് ശേഷമേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റത്തുള്ളൂ. കണ്ട, ചെറുത് മൂത്ത് വന്നിട്ടുണ്ട്. കണ്ട, മണമൊക്കെ വരുന്നു. അപ്പം നമുക്കിതിനകത്തോട്ട് ഒരു ലേശം വെള്ളം ആദ്യം ഒഴിക്കാം. കാരണം ഇതൊന്ന് കുറുവണം. ഒരു ചെറിയൊരു എണ്ണ തെളിയണം ഇതിനകത്ത്. ഇങ്ങനെ വെന്ത് ഇതൊരു ചെറിയ എണ്ണ തെളിയണം. അപ്പോൾ അത് എണ്ണ തെളിയട്ടെ. അപ്പോഴത്തേന് നമുക്ക് മീനൊന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മുടെ അരപ്പൊക്കെ കണ്ട നല്ല മൂത്ത് എല്ലാം വെന്ത് ഉടഞ്ഞ് വയറ്റിയെടുത്തോളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളേ. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ ഇന്ന് ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, ഞാൻ വറ്റിച്ചെടുക്കുക മീനെ. കണ്ടോ, അപ്പം മീനൊക്കെ ഇവിടെ വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ ഉപ്പ്. അപ്പം എന്താ, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം മീൻ കറി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തോട്ട് വരിഞ്ഞ് വെച്ച മീൻ ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് അരപ്പിങ്ങനെ ഒഴിക്കാം. ഇത്രയും വെള്ളമേ ഒഴിക്കുന്നുള്ളേ. ഇതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല. വറ്റിച്ചെടുക്കുക പൊന്നാറ്. ചാള ഇങ്ങനെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്കിത് കിട്ടിയത് ചാളയല്ല, പൊന്നാരമാണ്. കണ്ടോ, ഇനി ഇത് വെന്ത് വറ്റി വരട്ടെ. അപ്പോഴത്തെ നമുക്ക് അച്ചിങ്ങ പയറിടാണ്ടേ. കണ്ടോ, അതിങ്ങനെ വെളുക്കായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചോറ് അടപ്പേ കിടപ്പുണ്ട്. മീൻകറി എല്ലാം വേവുന്നു. അപ്പോൾ ഇതിപ്പോൾ എല്ലാം വെച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോഴേ നമുക്ക് എളുപ്പത്തിലൊരു തിരുനെൽവേലി ഹൽവ ഉണ്ടാക്കി മധുരം കഴിക്കാൻ തോന്നി. അപ്പം ഞാൻ ആട്ടാമാവ് നല്ല വൃത്തിയായിട്ട് കുതിർത്ത് വെച്ചിട്ട്, തോനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് 3 പ്രാവശ്യം അരിപ്പയ്ക്കകത്ത് നേർമയായിട്ട് അരിച്ചെടുത്ത്. മൈദാമാവിനകത്ത് ചവ്വരിക്കകത്ത് ഉണ്ടാക്കുന്നത് ഒന്നുകൂടെ ഐസായിട്ടിരിക്കും, പക്ഷേ ഗോതമ്പ് മാവ് ഹെൽത്തി അല്ലേ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കുറുകി വരട്ടെ. ഇളക്കണം, ഇളക്കി അത് കുറുക്കി. അപ്പോൾ എന്താ, ഇത് കുറുവി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. കണ്ട, ഇനി നമുക്ക് ഈ പാകമാകുമ്പോൾ എന്താ ശർക്കര, ഞാൻ എന്താ ഇവിടെ കുറച്ച് മധുരം ഇടുന്നുള്ളൂ, 1 കഷ്ണം ശർക്കര ഇടുന്നുള്ളൂ. ഇനി ഇതിനകത്ത് കടന്ന് കുറുവി വരട്ടെ.
കുറുകി വരണം. ലേശം ഉപ്പുനീര് ഒഴിച്ചിട്ടുണ്ട്. ഇത് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചാരയും കൂടെ ചേർക്കേണ്ടി വരും, കാരണം ശർക്കര കുറവാണ്. നോക്കട്ടെ, ചിലപ്പോൾ ഇത് അരിയുമ്പോൾ നല്ല മധുരം കാണും. നല്ല വൃത്തിയായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഹൽവയാണ്. നല്ല ടേസ്റ്റാണ് സംഭവം. ഇതിനകത്ത് ഇളക്കുന്നതിനകത്ത് ഇരിക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ശർക്കര നല്ലോണം ഇളക്കി കുറുക്കിയെടുക്കണം. പണ്ടത്തെ എൻ്റെ കല്യാണത്തിന് മുമ്പ് എൻ്റെ വീട്ടിലെ സ്ഥിരം പരിപാടിയായിരുന്നു ഇത്. ഞാൻ ഉണ്ടാക്കി എൻ്റെ അപ്പച്ചൻ്റെ ഒരു വലിയൊരു ചീനിച്ചട്ടി ഞാനത് ഊട്ടയിട്ട് വെച്ച് വലിയൊരു പിന്നെ സ്ഥിരം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല, ഞാൻ എല്ലാവർക്കും കൊണ്ടിച്ചത് കൊടുക്കും. എൻ്റെ സ്ഥിരം പണിയായിരുന്നു, എൻ്റെ പണ്ടത്തെ പണിയായിരുന്നു. അപ്പം നമുക്ക് ഇതിനകത്തൊരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കണേ. ഒരു സ്വല്പം വെളിച്ചെണ്ണ. ഇതിനകത്തൊരു സ്വല്പം ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിക്കണേ. അത് നെയ്യ് ചേർക്കണം, അത് പിന്നീടാണ്. നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞാൽ നെയ്യും ചേർക്കണം, വെളിച്ചെണ്ണ വേണം. ഞാനിത് 3 പ്രാവശ്യം അരിച്ച് എടുത്തുകൊണ്ടാണ് ഈ കട്ട കൊയ്താൽ നല്ല തരിയായിട്ട് കിട്ടിയേക്കുന്നത്. ഇങ്ങനെ വേണം ഇത് എടുക്കാൻ. ഒരു പണിയുണ്ട് ഇതിനകത്ത്, നല്ല കിണ്ടണം. മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചാരയും കൂടി ചേർക്കേണ്ടി വരും. ഇത്രയും ശർക്കര അരിയാനുണ്ട്, നോക്കാം. കിണ്ടി എടുക്കണം. കുറേ നേരം പിടിക്കും. അപ്പം അത് മൊത്തം അരിയട്ടു. അപ്പം ഞാൻ മധുരം കുറവായതുകൊണ്ട് ഇത്ര ശർക്കരയും കൂടെ ഉള്ളൂ ഞാൻ അരിയാൻ. ഒരു സ്വല്പം പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് നല്ലോണം കുറുകി വരട്ടെ. ഇച്ചിരി പണിയുണ്ട് ഇതിനകത്ത് ഇളക്കിനകത്തിരിക്കുക. നമ്മൾ ഇളക്കി കുറുക്കണം. കുറുകി വന്നതിന് ശേഷമേ നമുക്ക് അതിനകത്ത് നെയ്യ് ചേർക്കാൻ പറ്റും. ഇപ്പോഴേ നെയ്യ് ചേർക്കരുത്. അതിന് നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് നല്ല ഇളക്കണം. ഈ ഇളക്കിനകത്താണ് ഇതിൻ്റെ ടേസ്റ്റ്. ഉണ്ടോ? ഇളക്കി ഒരുപാട് ഇളക്കണം. അപ്പം ഞാൻ ഇതൊന്ന് കിണ്ടി കുറുക്കിയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ അത്രയും സമയം പിടിക്കും. ഒരുപാട് നേരം ഇളക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്തിട്ട് കളറിന് ഇച്ചിരി മധുരത്തിനൂടെ വേണ്ടി കാരമൽ ചെയ്ത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ? കാരമൽ ചെയ്ത് ഒഴിച്ച്, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ കിട്ടത്തില്ല. അതിന് വേണ്ടി ഞാൻ കാരമൽ ചെയ്ത് ഒഴിച്ചത്. എന്നിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് കണ്ടോ, നല്ല കളറായില്ലേ? ഇനി ഇത് നമ്മൾ ഇളക്കിയിട്ട് ഇച്ചിരി ഒന്ന് കുറുകി വരുമ്പോൾ പിന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇളക്കും. ഞാൻ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ഇട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ടെ ഞാൻ 2-3 ബദാമും മുന്തിരിയും ഇടുന്നില്ല. ബദാമും 2 ഏലക്കയും കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ചെറുതായിട്ട് ഞുറുക്കി എടുത്തോണ്ട് നമുക്ക് അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം അങ്ങോട്ട് ഇനി ഇളക്കി കുറുക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഇച്ചിരി കൂടെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ? സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇച്ചിരി ഒന്ന് കുറുക്കണം. അടി പിടിച്ചാൽ അതിനകത്തൊരു പാകമുണ്ട്. ആ പാകത്തിന് നമുക്ക് എടുക്കണം.
മധുരം തിന്നണമെന്ന് തോന്നിയാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് തിന്നാം. കണ്ടോ, നല്ല ടേസ്റ്റാണ് സംഭവം. ഗോതമ്പായതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് നെയ്യ് കുറച്ച് ഒരു നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇത് നമ്മൾ തിരുനെൽവേലി കഴിക്കുമ്പോൾ അവർ കുറേ എണ്ണ ഒഴിക്കും അതിനകത്ത്. എണ്ണയും പിന്നാണ് അവർ കുറേ നെയ്യ് കുറച്ചൊഴിച്ചിട്ട് കുറേ എണ്ണയ്ക്കകത്ത് അവർ ഹൽവ ഉണ്ടാകും. അതുകൊണ്ട് ഭയങ്കര എണ്ണമയം. അത്രയൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു മടുപ്പും വരും. ഇത് നമ്മൾ 2 സ്പൂൺ നെയ്യ് ഒരു നുള്ളിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. കണ്ട എന്താ സെറ്റായി വരുന്നുണ്ടേ. നമുക്ക് കഴിക്കാൻ തോന്നിയാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. കണ്ട സെറ്റായി. ഇതാ സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവമാണ് ഇതിൻ്റെ പരുവം. സ്പൂണിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം. ഒരു 10 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇളക്കണം. ഇതിനെ നമുക്കിത് ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. കണ്ട ചെറിയ തീയിലിട്ടൊരു 10 മിനിറ്റ് കൂടെ ഇളക്കണം. ഇരുമ്പ് ചട്ടിക്കകത്തൊക്കെ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. കാരണം അതാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഉണ്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. കണ്ടോ, സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും നെയ്യ് ഉപയോഗിക്കുന്നുള്ളൂ. ഇത് നെയ്യ് വേണ്ട. അപ്പം നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഇളക്കിയിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പം നമ്മൾ താണ്ടെ തിരുനെൽവേലി ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ട ഇനി ഇത് നല്ലപോലെ തണുത്ത് സെറ്റാവട്ടെ. അപ്പം നമുക്ക് അടച്ചു വെക്കാം. അപ്പം എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചാൽ അപ്പം നമുക്ക് ഊണ് കഴിക്കാൻ പോവാണ്. അപ്പം ചോറ് വിളമ്പാം. അപ്പം ചോറ് ഞാൻ നല്ല ചൂട് ചോറ് അങ്ങോട്ട് വിളമ്പുക. അപ്പോൾ ഉച്ചയ്ക്ക് 1:30 മണിയാവാറായിട്ടുണ്ട്. നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ ചോറ് വിളമ്പി നമ്മൾ അച്ചിങ്ങയും പയറും കൂടെ വിഴുക്ക് വരട്ടിയില്ലേ. കണ്ട അച്ചിങ്ങയും പയറും വിഴുക്ക് വരട്ടിയത്. അച്ചിങ്ങ പയറും കായും കൂടെ വിഴുക്ക് വരട്ടിയത് മാറിപ്പോയി. അപ്പം വിഴുക്ക് നമുക്ക് അങ്ങോട്ടിടാം. പിന്നെ നമ്മുടെ വേണ്ടേ മീൻകറി വറ്റിച്ചത് കണ്ട നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അത് വറ്റിച്ച് വെച്ചോണ്ട് ഇങ്ങനെ ഈ അരപ്പുമായിട്ട് കഴിക്കണം. അരപ്പ് കൂടെ കുറച്ചങ്ങോട്ട് തരട്ടെ. പിന്നെ പപ്പടവും നാരങ്ങാച്ചാറും ഒക്കെ ഉണ്ട്. ഇപ്പം ഇത് പുളിശ്ശേരി ഉണ്ടായിരുന്നു തലേന്നത്തെ. അപ്പം അത് കുറച്ച് നമുക്ക് അങ്ങോട്ട് ഒഴിക്കാം. പിന്നെ നാരങ്ങാച്ചാറും പപ്പടമൊക്കെ ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഉച്ചക്കത്തെ ഊണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പം എന്താണ്ടേ നമ്മുടെ തിരുനെൽവേലി ഹൽവ നമുക്ക് കഴിക്കാം. അപ്പോൾ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. കണ്ട തിരിച്ചിട്ട് കട്ട് ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെ കോരി കഴിക്കാനാണ്. തിരുനെൽവേലി ഹൽവ എപ്പോഴും കോരിയാണ് കഴിക്കണ്ടേ. നമുക്ക് കുറച്ച് കണ്ട നല്ല ടേസ്റ്റ്, സൂപ്പർ. അണ്ടിപ്പരിപ്പും കടിച്ചാൻ കിട്ടിയപ്പോൾ അടിപൊളി, സൂപ്പർ കേട്ടോ. അപ്പോഴേ രാത്രിത്തെ ആഹാരമൊക്കെ ഞാൻ നേരത്തെ കഴിച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മളത് കോളിഫ്ലവറൊക്കെ മേടിച്ചായിരുന്നു, അത് വറക്കുകയും ചെയ്തു. അതൊക്കെ കഴിച്ച് എല്ലാം മറന്നുപോയി വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ രാത്രി 10-10:30 മണിയായിട്ടുണ്ടേ. കണ്ടോ ചെടിയൊക്കെ വന്നിരുന്ന് കണ്ട് ഈ ചെറിയ കാറ്റൊക്കെ കൊണ്ട് വിളങ്ങിയിരിക്കുക. ഇനിയിപ്പോൾ ഉറക്കം വരുന്നില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേ ഞാനിനി അപ്പോൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം രാത്രി ആഹാരമൊക്കെ കഴിച്ചിട്ട് കിടക്ക്. അപ്പം നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.